Welcome guys, welcome back to Immo's lecture. So നമ്മൾ ഇതിൽ റെഗുലേഷൻ ഓഫ് കൊളസ്ട്രോൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മൂന്ന് രീതിയിലുള്ള റെഗുലേഷൻസ് ഉണ്ട്. The first one is called covalent mode of regulation, second one is called hormonal mode of regulation, and third one is feedback. So there is hormonal, covalent and feedback regulations. അപ്പോൾ ഇത് മൂന്നുമാണ് റെഗുലേഷൻസ് മെയിൻ ആയിട്ട് പറയുന്നത്. So first of all we can look at hormonal mode of regulation. സോ ഈ ഒരു കേസിൽ ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ വളരെ കൂടുതലാണെങ്കിൽ, അതായത് നമ്മളൊരു ഫുഡൊക്കെ കഴിച്ച് വെൽഫെഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു കേസിലാണെങ്കിൽ നമ്മുടെ ബോഡിക്കകത്ത് ഇൻസുലിൻ ഓൾറെഡി കൂടുതലായിരിക്കും. ഈ ഒരു സ്റ്റേജിൽ കൊളസ്ട്രോൾ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ കൊളസ്ട്രോൾ സിന്തസിസ് ഹൈ ആയിരിക്കും. കൊളസ്ട്രോളിന്റെ സിന്തസിസ് ഇവിടെ ഹൈ ആയിരിക്കും. ആൻഡ് ഓൾസോ കൊളസ്ട്രോൾ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു എൻസൈമാണ് HMG coenzyme A reductase. HMG coenzyme A reductase. അപ്പോൾ ഈ ഒരു എൻസൈം കൂടുതലാണെങ്കിൽ മാത്രമല്ല കൊളസ്ട്രോൾ കൂടുകയുള്ളൂ. സോ ഈ ഒരു എൻസൈമും നമ്മുടെ ബോഡിയിൽ കൂടുതലായിരിക്കും. സോ ഇൻസുലിൻ കൂടുതലാവുന്ന സമയത്ത് കൊളസ്ട്രോൾ സിന്തസിസ് ഹയർ ആയിരിക്കും, അതുപോലെ HMG coenzyme reductaseും ഹയർ ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു കണ്ടീഷനാണ്, നമ്മുടെ ബോഡി ഭയങ്കര ഡയറ്റിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാസ്റ്റിംഗ് കണ്ടീഷനിലാണ്. ഈ ഒരു സമയത്ത് വരുന്ന ഒരു ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. സോ ഗ്ലൂക്കഗോൺ നമ്മുടെ ബോഡിയിലുള്ള ടൈമിൽ അല്ലെങ്കിൽ നമ്മളൊരു ഫാസ്റ്റിംഗ് കണ്ടീഷനിൽ ഇരിക്കുന്ന ടൈമിൽ കൊളസ്ട്രോൾ സിന്തസിസ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കൊളസ്ട്രോളിന്റെ സിന്തസിസ് എന്തായിരിക്കും? കുറവായിരിക്കും. ബിക്കോസ് HMG coenzyme A ഇവിടെ ഇനാക്ടിവേറ്റഡ് ആണ്. HMG coenzyme A reductase. സോ ബിക്കോസ് HMG coenzyme A reductase ഇവിടെ ഇനാക്ടിവേറ്റഡ് ആണ്. ഈ ഒരു കണ്ടീഷനിൽ കൊളസ്ട്രോൾ സിന്തസിസ് ലോവർ ആയിരിക്കും. സോ ഒരുപാട് കാര്യങ്ങളൊന്നും ആലോചിച്ച് കാര്യങ്ങൾ നോക്കണ്ട. ഇൻസുലിൻ കൂടുന്ന സമയത്ത് HMG coenzyme A reductase ഹയർ ആയിരിക്കും, കൊളസ്ട്രോൾ സിന്തസിസ് ഹയർ ആയിരിക്കും. നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻ ഗ്ലൂക്കോഗൺ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റിംഗ് കണ്ടീഷൻ. സോ ഇൻ കോവാലന്റ് മോഡിഫിക്കേഷന്റെ കേസിൽ HMG coenzyme A reductaseൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന ബേസിലാണ് അവർ ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇൻ കേസ് HMG coenzyme A ആക്ടിവേറ്റഡ് ആയ കണ്ടീഷനിൽ HMG coenzyme A reductase ഇതൊരു ആക്ടിവേറ്റ് ആയിട്ട് ഇരിക്കുന്ന കണ്ടീഷൻ ആണെങ്കിൽ ഇവർക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടാവും. ആൻഡ് ഈ ഒരു എൻസൈമിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് HMG coenzyme A reductaseന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അവർ ഇനാക്റ്റീവ് ആയിരിക്കും. സോ ഈ ഒരു രണ്ട് സ്റ്റേജും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കുക. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉള്ള ഒരു HMG coenzyme A reductase ആണ് ഇനാക്ടിവേറ്റഡ് സ്റ്റേജിലിരിക്കുന്നത്. ആക്റ്റീവ് ആണെങ്കിൽ അവർക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ഉണ്ടാവില്ല. സോ നമ്മുടെ ബോഡിയിൽ ഒരു ഡയറ്റിംഗ് കണ്ടീഷനിലേക്ക് ഫാസ്റ്റിംഗ് കണ്ടീഷന്റെ സമയത്ത് ഗ്ലൂക്കോഗൺ വന്ന് GPCR റിസപ്റ്റേഴ്സിൽ വന്നിരിക്കും. ആൻഡ് അവിടെ CAMPയുടെ ലെവൽ വളരെ കൂടും. ഓൾറെഡി നമ്മൾ ഇതൊക്കെ ഒരു വീഡിയോയിൽ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ റഫായിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഇവിടെ CAMP വളരെ ഹൈ എമൗണ്ടിൽ കൂടും. ഈ ഒരു സമയത്ത് പ്രോട്ടീൻ കൈനേസ്, അപ്പോൾ CAMPയുടെ റോൾ എന്ന് പറഞ്ഞാൽ ഫോസ്ഫോറിലേറ്റ് അടിയുക എന്നുള്ളതാണ്. അപ്പോൾ പ്രോട്ടീൻ കൈനേസ് എന്ന് പറഞ്ഞ് ഒരു ഇനാക്ടിവേറ്റ് ആയിട്ടിരുന്ന ഒരു പ്രോട്ടീനെ പിടിച്ച് ആക്ടിവേറ്റ് ആക്കും ബൈ ആഡിങ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സിന്റെ ഒരു പ്രത്യേകത ഇതാണ്, ചിലവർക്ക് അത് ആക്ടിവേഷൻ ലീഡ് ചെയ്യും, ചിലർക്ക് അത് ഇനാക്ടിവേഷൻ ലീഡ് ചെയ്യും. സോ പ്രോട്ടീൻ കൈനേസിന് ആഡ് ചെയ്തപ്പോൾ അവൻ ആക്റ്റീവായിട്ട് മാറി. ഓക്കെ, ഇനാക്ടിവേറ്റഡ് കണ്ടീഷനിൽ നിന്ന്. സോ വാട്ട് ഈസ് പ്രോട്ടീൻ കൈനേസ്? എന്താണ് ഈ പ്രോട്ടീൻ കൈനേസ് ചെയ്യണമെന്ന് വെച്ചാൽ അവൻ ചെന്നിട്ട് HMG coenzyme A reductaseനെ പിടിച്ച് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യും. ബിക്കോസ് പ്രോട്ടീൻ കൈനേസ് എന്ന് പറയുന്നത് ഒരു കൈനേസ് ആണ്. ഹിസ് ഡ്യൂട്ടി ടു ആഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ്. അപ്പോൾ HMG coenzyme reductaseന് ഫോസ്ഫേറ്റ് ആഡ് ചെയ്തു. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്നറിയോ? HMG coenzyme A reductaseന് ഫോസ്ഫേറ്റ് ആഡ് ചെയ്തപ്പോൾ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്തപ്പോൾ അവൻ ഇനാക്ടിവേറ്റ് ആയി പോയി. അതാണ് ഞാൻ പറഞ്ഞത്, ചിലവർക്ക് അത് ആക്ടിവേഷൻ ലീഡ് ചെയ്യും, ചിലവർക്ക് അത് ഇനാക്ടിവേഷൻ ലീഡ് ചെയ്യും. സോ HMG coenzyme reductaseന് ഫോസ്ഫേറ്റ് ആഡ് ചെയ്തപ്പോൾ അവൻ ഇനാക്ടിവേറ്റ് ആയിപ്പോയി. ഇനി അപ്പം നമ്മൾ ഓൾറെഡി ഇതിന്റെ ഹോർമോണൽ റെഗുലേഷന്റെ സമയത്ത് പറഞ്ഞു, ഗ്ലൂക്കോഗൺസിന്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് ലീഡ് ടു ദ ഡിക്രീസ് ഓഫ് ദ HMG coenzyme A reductase അല്ലെങ്കിൽ ഇനാക്ടിവേഷൻ ഓഫ് ദ HMG coenzyme A reductase. അപ്പോൾ ഇവിടെ കൊളസ്ട്രോൾ സിന്തസിസ് നടക്കുമോ? ഇല്ല, കൊളസ്ട്രോൾ സിന്തസിസ് ഇവിടെ നടക്കത്തില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് കണ്ടീഷൻ നോക്കുവാണ്, ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഇൻസുലിൻ. സോ നെക്സ്റ്റ് എൻസൈം ആണ് ഇൻസുലിൻ. ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഇഷ്ടം പോലെ
ഗ്ലൂക്കോസ് ഉണ്ട്, ഇഷ്ടം പോലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന ടൈമാണ്. ഈ ഒരു സമയത്ത് അവൻ ഫോസ്ഫേറ്റേസ് എന്ന് പറഞ്ഞൊരു എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യും. ആൻഡ് ഫോസ്ഫേറ്റേസ് എന്ന് പറഞ്ഞൊരു എൻസൈം ആ പ്രോട്ടീൻ കൈനേസിലുള്ള ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സുകളെ, ഈ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സുകളെ എലിമിനേറ്റ് ചെയ്ത് കളയും. ബിക്കോസ് ഇറ്റ് ഇസ് ഫോസ്ഫേറ്റേസ് ആണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സുകളെ കളയുന്ന ആളാണ് ഫോസ്ഫേറ്റേസ്. അപ്പോൾ ഇവനിപ്പോൾ ഫോസ്ഫേറ്റ് ഇല്ല, സോ ഹീസ് ഇനാക്റ്റീവ് ആണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇല്ലാത്ത ഒരു പ്രോട്ടീൻ കൈനേസ് ഇനാക്ടിവേറ്റ് ആണ്. സോ ഈ ഒരു സ്റ്റേജിൽ HMG കോൻസൈമെ റിഡക്ടേസിന്, ഇവിടെ HMG കോൻസൈമെ റിഡക്ടേസ് ഉണ്ട്, ഈ ഒരു എൻസൈമിന്, സോ ഈ ഒരു എൻസൈംസിന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊടുക്കാനായിട്ട് പ്രോട്ടീൻ കൈനസിന് സാധിക്കില്ല. ഈ ഒരു കണ്ടീഷനിൽ HMG കോൻസൈമെ റിഡക്ടേസ് ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ? ഓഫ് കോഴ്സ് അത് ആക്റ്റീവ് ആണ്. ബിക്കോസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇല്ല. ഫോസ്ഫേറ്റ് ഇല്ലാത്ത HMG കോൻസൈമെ റിഡക്ടേസ് ഇസ് ആക്റ്റീവ്. സോ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യണത് ഇനാക്ടിവേഷനിലേക്കും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് എലിമിനേറ്റ് ചെയ്യണത് ആക്ടിവേഷനിലേക്കും ലീഡ് ചെയ്യും. സോ HMG കോൺസൈമിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നത് ഇനാക്ടിവേഷനിലേക്കും ആൻഡ് ഈ ഒരു എൻസൈമിലേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിമൂവ് ചെയ്യുന്നത് ആക്ടിവേഷനിലേക്കും ലീഡ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് കോവാലന്റ് മോഡിഫിക്കേഷൻ. സോ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് റെഗുലേഷൻ ആണ്. സോ നമ്മൾ പുറത്തുനിന്ന് എക്സ്റ്റേണൽ ആയിട്ട് കുറച്ച് കൊളസ്ട്രോൾസ് ഇൻജസ്റ്റ് ചെയ്യുവാണ്. ബിക്കോസ് ലൈക്ക് നമ്മളൊരു കൊളസ്ട്രോൾ റിച്ച് ഫുഡ് കഴിക്കുകയാണ്. സോ കൊളസ്ട്രോൾ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് കഴിച്ചു. ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ബോഡിക്കകത്തുള്ള കൊളസ്ട്രോൾ സിന്തസൈസിനെ അത് ലീഡ് ചെയ്യുവാണ്, ഇൻഹിബിഷനിലേക്ക് ലീഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ ഇൻജക്ഷൻ ഓഫ് കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിലേക്ക് കയറ്റി കഴിഞ്ഞാൽ, അതായത് എക്സ്റ്റേണൽ ആയിട്ട് നമ്മളിപ്പോൾ ഒരു കൊളസ്ട്രോൾ റിച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്ത് കൊളസ്ട്രോൾ സിന്തസൈസിനെ ഇൻഹിബിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ബിക്കോസ് കൊളസ്ട്രോൾ സിന്തസൈസ് നടക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. ബിക്കോസ് വൈ? അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കൊളസ്ട്രോൾ സിന്തസൈസ് ഇൻഹിബിറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഈ ഒരു ടൈമിൽ കൊളസ്ട്രോൾ സിന്തസൈസ് നമ്മുടെ ബോഡിക്കകത്ത് നടക്കേണ്ട കാര്യമില്ല. ബിക്കോസ് എക്സ്റ്റേണലി നമ്മുടെ ബോഡിയിലേക്ക് കൊളസ്ട്രോൾ കയറ്റുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ ഫീഡ്ബാക്ക് റെഗുലേഷൻ. സോ ഇനി ട്രാൻസ്ക്രിപ്ഷൻ ലെവലിലും നമുക്ക് കൊളസ്ട്രോൾ സിന്തസൈസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ബൈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആയിട്ടുള്ള SREBP. സോ ദിസ് ഇസ് എ സ്റ്റിറോൾ റെഗുലേറ്റർ എലമെന്റ് ബിൽഡിംഗ് പ്രോട്ടീൻ ആണ്. സ്റ്റിറോൾ റെഗുലേറ്റർ എലമെന്റ് ബിൽഡിംഗ് പ്രോട്ടീൻ. സോ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിന്, ഇങ്ങനെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിന് റെഗുലേഷൻ നടത്തുന്നതിലൂടെ കൊളസ്ട്രോൾ സിന്തസിസിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഡീറ്റെയിലേക്ക് പോയി കൺഫ്യൂഷൻ ആക്കുന്നില്ല, ജസ്റ്റ് ഇത് റിമെമ്പർ ചെയ്യുക, ഇതൊരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ്. ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ DNA പോയിരുന്ന് ട്രാൻസ്ലേഷൻ ചെയ്ത് പ്രോട്ടീൻ ഫോം ചെയ്ത് ആ പ്രോട്ടീൻ ക്യാൻ ലീഡ് ടു ദ ആക്ടിവേഷൻ ഓർ ഇനാക്ടിവേഷൻ ഓഫ് ദ കൊളസ്ട്രോൾ സിന്തസിസ്. ഓക്കെ, സോ ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പറഞ്ഞേക്കുവാണ്. ദാറ്റ് ഇസ് ദ SREBP, ദാറ്റ് ഇസ് ദ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആണ്. Thank you for watching and bye guys.